Hello friends, welcome back to Data Science Academy. Second part of our array initialization series, we are going to discuss the function empty in numpy. So എന്താണ് empty function in numpy എന്ന് നോക്കാം. ഒരു സ്പെസിഫൈഡ് ഷേപ്പിലും ഡേറ്റ ടൈപ്പിലും ഒരു പുതിയ അറേ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ empty function യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ജനറേറ്റ് ആവുന്ന വാല്യൂസ് തികച്ചും റാൻഡം ആയിരിക്കും. കാരണം മെമ്മറിയിൽ ഉണ്ടായിരുന്ന പഴയ ഡേറ്റയാണ് നമുക്കത് കാണിച്ചു തരുന്നത്. അതല്ലാതെ നമുക്കിതിൽ ഒരു ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാനും ഒന്നും സാധിക്കത്തില്ല. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും 3 പാരാമീറ്റേഴ്സ് ആണ് വരുന്നത്. ഷേപ്പ്, dtype ആൻഡ് ഓർഡർ. ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടിപ്പിൾ ഓഫ് വാല്യൂസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഈ ടിപ്പിൾ ഓഫ് വാല്യൂസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അറേൻ്റെ ഡയമെൻഷൻ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് പാരാമീറ്റർ ഇസ് dtype. ബൈ ഡിഫോൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അറേയിലെ എല്ലാ വാല്യൂസും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സോ അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് dtype എന്ന് പറയുന്ന പാരാമീറ്റർ യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് ഇൻറ്റ്, ബോൾ, കോംപ്ലക്സ് തുടങ്ങിയ വാല്യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് പാരാമീറ്റർ ഈസ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അറേയിൽ ഓരോ വാല്യൂസും മെമ്മറിയിലോട്ട് എങ്ങനെയാണ് ഏത് ഓർഡറിലാണ് അലൊക്കേറ്റ് ആവുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ബൈ ഡിഫോൾട്ട് നമുക്ക് അതിൽ സി ഓർഡർ ആണ് വരുന്നത്, വിച്ച് ഈസ് റോ മേജർ ഓർഡർ. റോ മേജർ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അറേയിലെ ഓരോ വാല്യൂസും റോ ബൈ റോ ആയിട്ടായിരിക്കും മെമ്മറിയിലോട്ട് അലൊക്കേറ്റ് ആവുന്നത്. ആൻഡ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു വാല്യൂ എന്ന് പറയുന്നത് എഫ് ആണ്, വിച്ച് ഈസ് കോളം മേജർ ഓർഡർ. കോളം മേജർ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറേയിലെ എല്ലാ വാല്യൂസും കോളം ബൈ കോളം ആയിട്ടായിരിക്കും അതിലേക്ക് അസൈൻ ആവുന്നുണ്ടാവുക, മെമ്മറിയിലോട്ട് അലൊക്കേറ്റ് ആവുന്നുണ്ടാവുക. സോ നമുക്ക് എങ്ങനെ ഒരു എംപ്റ്റി അറേ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 rows and 4 columns വരുന്ന ഒരു എംപ്റ്റി അറേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതിനാദ്യം നമുക്ക് numpy മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. ഞാനിവിടെ ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിലോട്ട് എൻ്റെ എംപ്റ്റി ഫംഗ്ഷൻ അസൈൻ ചെയ്യുകയാണ്. സോ അതിൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന എൻ്റെ അറേയുടെ ഷേപ്പാണ് ആദ്യം മെൻഷൻ ചെയ്യുന്നത്, വിച്ച് ഈസ് 3 rows and 4 columns. സോ നമ്മളത് ട്രിപ്പിളിൽ ഫസ്റ്റ് പാരാമീറ്റർ കൊടുക്കുന്ന നമ്പർ ഓഫ് റോസ് ആൻഡ് സെക്കൻഡ് പാരാമീറ്റർ കൊടുക്കുന്ന നമ്പർ ഓഫ് കോളംസ് ആണ്. നമുക്ക് ഈ അറേ പ്രിന്റ് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു 2 dimensional അറേ കിട്ടും. ഇനി ഇതിനെ 3 dimensional ആക്കണമെങ്കിൽ നമുക്ക് ഇതിൽ ഒരു വാല്യൂ കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന 3 dimensional അറേയിൽ എനിക്ക് 2 ലെയർ വേണം. ഓരോ ലെയറിലും 3 rows and 4 columns ആണ് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ലെയർ ആണ്. പിന്നെ ഓരോ ലെയറിലും വരുന്ന നമ്പർ ഓഫ് റോസ് ആണ് സെക്കൻഡ് വാല്യൂ, നമ്പർ ഓഫ് കോളംസ് ആണ് തേർഡ് വാല്യൂ വരുന്നത്. സോ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. സോ ഇതിൽ നമുക്ക് ഈ ഒരു ആൻസർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 3 dimensional അറേയാണ്. ഇത് 2 ലെയറാണ് വരുന്നത്. ഓരോ ലെയറിലും 3 rows and 4 columns വരുന്നുണ്ട്. ആൻഡ് ഇതിൽ വാല്യൂസ് എല്ലാം ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആയിട്ടാണ് എടുക്കുന്നത്. ആൻഡ് ഇതിനെ മാറ്റി ഇൻറ്റിജർ ആക്കണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദ സെക്കൻഡ് പാരാമീറ്റർ, വിച്ച് ഈസ് dtype. dtype പാരാമീറ്ററിൽ ഞാനിപ്പം ഇൻറ്റ് ആണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. സോ ഇതിൽ എല്ലാ വാല്യൂസും ഇപ്പം ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഓർഡർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റർ ആണ് ഓർഡർ എന്ന് പറയുന്ന പാരാമീറ്റർ. സോ ഓർഡർ ബൈ ഡിഫോൾട്ട് സി ആയിട്ടാണ് കൊടുക്കുന്നത്, വിച്ച് ഈസ് റോ മേജർ. അതിനെ കോളം മേജർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് എഫ് അസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയാണ് എംപ്റ്റി ഫംഗ്ഷന് വരുന്ന പ്രധാനപ്പെട്ട 3 പാരാമീറ്റേഴ്സ്.